കേസായിട്ട് ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു അവസ്ഥ എന്താണ്? ഒരാളുടെ കാലില് പാമ്പ് കടിച്ചു. ഇയാളുടെ കാലിലാണ് പാമ്പ് കടിച്ചത്. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? അയാളെ ജീവൻ രക്ഷിക്കാൻ പാമ്പ് കടിച്ച ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ മരിച്ചു കെട്ടുന്നത് അല്ല, പാമ്പ് കടിച്ചോട്ട് കെട്ടണം, നന്നായി മുറുക്കി കെട്ടണം. മുറുക്കി കെട്ടുന്നത് എന്തിനാണ്? വിഷം മേലോട്ട് പോകാണ്ടിരിക്കാൻ അല്ലേ? നമ്മൾ പണ്ടേ പഠിച്ച ഒരു പ്രക്രിയയാണത് അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 4 തരത്തിലുള്ള പാമ്പുകൾ കടിച്ചിട്ടാണ് നമുക്ക് ജീവന് ഹാനി പറ്റുന്നത്. അതിൽ 2 പാമ്പുകൾ, ഒന്ന് മൂർക്കൻ, ഒന്ന് വെള്ളിക്കെട്ട്. കേട്ടിട്ടുണ്ടോ? മൂർക്കൻ, വെള്ളിക്കെട്ട്. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ നരമ്പ് വ്യവസ്ഥകൾക്കാണ് കുഴപ്പം പറ്റുക. ന്യൂറോടോക്സിക് എന്ന് പറയും. എന്താണ് ന്യൂറോടോക്സിക്? അപ്പൊ മൂർക്കനും ക്രൈറ്റും കടിച്ചാൽ വരുന്ന അവസ്ഥയാണ് ന്യൂറോടോക്സിക്. അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതെത്ര എന്ന് ചോദിച്ചാൽ ഇതെത്ര? 1 എന്ന് പറയാൻ കഴിയില്ല. 1 ആണോ 11 ആണോ എന്ന് പറയാൻ കഴിയില്ല. കണ്ണിൽ ഇരുട്ടറക്കും. മോന്റെ പേരെന്താ? അഫ്നാൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ വാക്കുകൾ പറയാൻ കിട്ടൂല. ഭക്ഷണം ഇട്ടടക്കും, ബാലൻസ് തെറ്റും, തളർച്ച വരും. അപ്പോൾ ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട മൂർഖനും ക്രൈറ്റും കടിച്ചു കഴിഞ്ഞാൽ വരുന്ന അവസ്ഥയാണ് ഇങ്ങനെ. പിന്നെ വരുന്ന 2 അവസ്ഥാ വിശേഷം എന്ന് പറയുന്നത് 2 തരം അണലികളാണ്. അണലി, സോസ്കെയിൽഡ് വൈപ്പർ എന്നും പിന്നെ ഇന്ത്യൻ വൈപ്പർ, അങ്ങനെ 2 റസൽസ് വൈപ്പർ, ഇങ്ങനെ 2 അണലികൾ കടിച്ചാൽ, അണലി കടിച്ചാൽ സ്വാഭാവികമായിട്ടും വരുന്നത് എന്താണ്? രോമകൂപത്തിൽ നിന്നും എന്ത് വരും? രക്തം പുറത്തേക്ക് വരും. അപ്പൊ രക്തം കട്ടയാകേണ്ട, രക്തം ക്ലോട്ട് ആകേണ്ട സ്ഥലങ്ങളിൽ ക്ലോട്ട് ആകാതെയും ക്ലോട്ട് ആകേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ ക്ലോട്ട് ആവുകയും വരും. എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്താ? ഡയാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അണലി കടിച്ചാൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൂർഖനും ക്രൈറ്റും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടൂല. അപ്പോൾ പാമ്പ് കടിച്ചാൽ നമ്മൾ സമയം വൈകാതെ എങ്ങോട്ട് കൊണ്ടുപോകണം? വിദഗ്ധ ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് സമയം തെറ്റാതെ നമ്മൾ എത്തിക്കണം. മരിച്ചു പോയത് നമ്മളൊക്കെ കേട്ടതാ അല്ലേ? പത്രത്തിൽ പീഡിക തൊഴിലാളി ആയിരുന്ന അവനെന്ത് ചെയ്തു? തക്കാളിപ്പെട്ടിയിൽ കൈയിട്ടു. ആണി കുത്തിയോ പാമ്പ് കടിച്ചോ ഒന്നും അവന് മനസ്സിലായില്ല. പിന്നെ സംശയമായി പാമ്പാണെന്ന്. അങ്ങനെ ഒരു നിലമ്പൂരിലൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സമയം വൈകി എന്തായി? അവൻ മരണത്തിലേക്ക് പോയി. അപ്പോൾ അല്ലേ, പേടി കൊണ്ടാണ് ആളുകൾ മരിച്ചു പോകുന്നത്. അല്ലാതെ വിഷം എന്ന് പറഞ്ഞാൽ അത് മെല്ലെ കയറിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ്. അതിന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ കിട്ടുകയാണെങ്കിൽ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും പറ്റും. അപ്പൊ ഇനി പാമ്പ് കടിച്ച് നമുക്കൊന്ന് നോക്കാം. പാമ്പ് കടിച്ച ഒരാളെ കാലിൽ ശക്തമായിട്ട് കെട്ടിയാൽ ആ ഭാഗത്തേക്ക് ബ്ലഡ് പോകുമോ? ഇതെന്താ അതിന്റെ അവസ്ഥ ഉണ്ടാവുക? ഈ കെട്ടുന്നതോട് കൂടി എന്താവണം? ഒരു കയ്യിന്റെ വെല്ല കിട്ടണം. ഇതിനുള്ളിൽ കൂടെ പോകുന്ന രീതിയിലാണ് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. കെട്ടുകയാണെങ്കിൽ എങ്ങനെ കെട്ടണം? കെട്ടിയിട്ട് ഒരു കയ്യിന്റെ വിരല് അതിനുള്ളിൽ കൂടെ പോകുന്ന രീതിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കാം. എന്നാലെന്തായി? ഇവന് സമാശ്വാസമായി കാലിൽ കെട്ടിയിട്ടുണ്ട്. എന്നാലോ ഈ കെട്ട് ആംഫുളാണല്ലോ, ആംഫുള ഉപദ്രവം ഉണ്ടാവും ഇല്ല. ആ രീതിയിലാണ് ഇത് കെട്ടിക്കൊടുക്കേണ്ടത്. മനസ്സിലാവും ഇന്ന പാമ്പാണ് കടിച്ചത്. നമുക്ക് പാമ്പിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പാമ്പിന്റെ പിറകെ നമ്മൾ പോകേണ്ട ഒരു കാര്യമില്ല. ആ പാമ്പ് ഏതാണെന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി
ഞാനുമാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പൊ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? ശക്തമായിട്ട് കെട്ടാൻ പാടില്ല. ഒരു വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇയാളെ ഇമോബിലി എടുത്തു കൊണ്ടുപോകണം അല്ലേ? എടുത്തു കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കണ്ണിലിട്ടടിക്കാൻ പറഞ്ഞാൽ കണ്ണിലുണ്ടായി ഇത് അത്രയും നിങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. കണ്ണിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാവുന്നുണ്ടോ? നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നല്ല ചുണ്ടുണ്ടായിട്ട് ചുണ്ട് ഓടിക്കണോ? ഡോക്ടർ വരുന്ന ആളുകളുടെ ചുണ്ട് ഓടിക്കണോ? 3 മണിക്കൂർ സമയമുണ്ടെങ്കിലും 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിച്ച് വേണ്ട ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ എന്താവും? ഇയാളുടെ ഒരു ഭാഗം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലായി, പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ടത് മനസ്സിലായി.